ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ തേർഡ് ഫേസ് 10th ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് ഇവിടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യ പേപ്പറിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കീ ആണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുമ്പോൾ ഫോർത്ത് ഫേസിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആവുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, നമ്മൾ SCRT ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ അത് എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാണിത് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ എസ് കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. ഒന്നാം ഘട്ട ചോദ്യ പേപ്പറിൽ ഇപ്രകാരം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നിവയാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 3ഉം ശരി എന്നത്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. SCRTയിലെ 10th സ്റ്റാൻഡേർഡിലുള്ള സാമൂഹ്യശാസ്ത്രം 1ാം ഭാഗത്തിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിലാണ് ഈ ഒരു ഭാഗത കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. അതേ തുടർന്ന് കമ്മീഷനുകളും അവയുടെ ലക്ഷ്യങ്ങളും ശുപാർശകളും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് പിന്നീട് വന്നിട്ടുമുണ്ട്. അതെല്ലാം പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നോക്കിക്കേ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യമായിട്ടുള്ളത്. ശുപാർശകൾ എന്തൊക്കെയാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകളാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ലെങ്കിൽ UGC രൂപീകരിക്കണം എന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം എന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 വന്ന കമ്മീഷനിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ശുപാർശകൾ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇവയൊക്കെ ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 വന്നിട്ടുള്ളത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് പ്രധാന ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. നോക്കിക്കേ, ശുപാർശകൾ ഏതൊക്കെയാണ്? 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10+2+3 വിദ്യാഭ്യാസ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നും പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ DS കോത്താരി കമ്മീഷനിലാണ്. ഓക്കെ ആണല്ലോ. ബാക്കി നോക്കാം. 1986 ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ നോക്കിക്കേ ഏതൊക്കെയാണ്?
പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണമെന്ന് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. അത് 1986 വിദ്യാഭ്യാസ നയത്തിൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നിർദ്ദേശമാണെന്നും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 1ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചു, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് എന്ന്. വാഗ്ഭടാനന്ദനാണ് നമ്മുടെ ഉത്തരം. ഇത് നോക്കിക്കേ, 3ാം ഘട്ടത്തിലും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് നമ്മുടെ ഉത്തരം. SCRT നമ്മൾ പഠിച്ചതാണ് ഈ ഒരു ടേബിൾ അല്ലേ. നമുക്കിത് ഒന്നുകൂടെ നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. കറക്റ്റായിട്ട് അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതുമാണ് അല്ലെ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചത് ഏതാണ്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രവർത്തനം എന്താണ്? സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചതാണ് അരയ സമാജം. നായർ സർവീസസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ ആരംഭിക്കുമ്പോൾ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവനും ആരംഭിച്ചു. ഓക്കെ ആണോ? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര സമാജം സഹോദരൻ അയ്യപ്പൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, നായർ സർവീസസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. 1ാം ഘട്ടത്തിൽ ചോദിച്ചതാണ്, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പയ്യന്നൂര് ജവഹർലാൽ നെഹ്റു എന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഈ ചോദ്യം തിരിച്ചും ചോദിച്ചേക്കാം, ഏത് സെഷൻ ആയിരുന്നു എന്നുള്ളത്. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണെന്ന് ഓർത്തിരിക്കുക. SCRT നോക്കിക്കേ, ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ടെക്സ്റ്റ്? 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ നോക്കിക്കേ. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന ആശയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക. ബാക്കി നോക്കാം നമുക്ക്. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ ചേർന്ന ഐക്യകേരള സമ്മേളനത്തിലും ഐക്യകേരള പ്രമേയം പാസായി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ചോദ്യം ക്ലിയർ ആയോ? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്ന് 3rd ഫേസിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. ബാക്കി നോക്കാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു.
കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഇവിടെയും അടുത്ത ചോദ്യം നമുക്ക് കിട്ടിയോ? തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ മൂന്ന് വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ചാണ്. 1921 ഇതിന് തീരുമാനം ഉണ്ടായത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഓക്കെ ആണോ? അടുത്തത്, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശമാണ്. ബാരിസ്റ്റർ ടി പ്രകാശം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമാണ് ഈ ഒരു സമ്മേളനത്തിന്റെ, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ ഇവിടെ? അടുത്തത്, തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ബാക്കി നമ്മൾ കണ്ടതാണ്. ഇനി ഒന്നാം ഘട്ടത്തിലെ ചോദ്യം നോക്കാം. ഇത് കണ്ടോ നമ്മുടെ ചോദ്യം? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് ആ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ചോദിച്ചു. നേരത്തെ ചോദിച്ച ഒരു ഭാഗമാണ്. ഈ ഒരു ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കേരളം ആധുനികതയിലേക്ക് എന്നൊരു ചാപ്റ്ററും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് ഈ ഒരു ഭാഗം. നോക്കാം. ഇത് കണ്ടോ? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? 1949 ജൂലൈ 1 1949 ജൂലൈ 1. ഇവിടെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ട്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായി. അതുപോലെ ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഒന്നാം ഘട്ടത്തിൽ ചോദിച്ച അതേ ഭാഗത്ത് നിന്ന് തന്നെ ആവർത്തിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏതാണത്? അഗസ്തീശ്വരമാണ്. അഗസ്തീശ്വരം നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ അല്ലേ? ഇത് കണ്ടോ? അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അഗസ്തീശ്വരാണ് നമ്മൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ബാക്കി നോക്കിക്കേ. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് തന്നെ 2 ചോദ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്റർ. വായിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്കൊരു എളുപ്പമുള്ള ചോദ്യം നോക്കാം. 2 ഘട്ടത്തിലും ഏകദേശം ഒരുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള നദികളെ കുറിച്ചുള്ള എളുപ്പത്തിലുള്ള ചോദ്യമാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എത്രയാണ്? കേരളത്തിൽ ആകെ 44 നദികളാണെന്ന് നമുക്കറിയാം. പടിഞ്ഞാറോട്ടൊഴുകുന്നവ 41 നമുക്കറിയാം. SCERT ടെക്സ്റ്റിൽ 5th സ്റ്റാൻഡേർഡിലാണ് കൊടുത്തിട്ടുള്ളത്. നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് 5th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കേരളക്കരയിൽ എന്നതാണ് ടെക്സ്റ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നോക്കിക്കേ. ഇത് നമ്മുടെ 3rd ഫേസിലെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? എളുപ്പത്തിലുള്ള ചോദ്യമാണ്. എന്നാലും നമുക്കിത് കറക്റ്റ് ആയിട്ട് SCERT ഫാക്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. 3 കബനി, ഭവാനി, പാമ്പാർ എന്നതാണ്. അതുപോലെ ഇത് സിമ്പിൾ ആയിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ 20 ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചു കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര എന്ന്. അപ്പൊ അത് ലോക്സഭ പഠിച്ചതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നു. ഓപ്ഷൻ സി 9 എന്ന്.
അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാം ഘട്ട ചോദ്യപേപ്പറിൽ നിന്ന് എങ്ങനെയൊക്കെ മൂന്നാം ഘട്ടത്തിലെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. എത്രത്തോളം റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഡയറക്റ്റ് ആയിട്ട് ഒന്നാം ഘട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണവും പറഞ്ഞത്. രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണെന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ കിട്ടി. അപ്പൊ നാലാം ഘട്ടത്തിൽ പോകുന്നവർ ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് സിറോഫ്താൽമിയ എന്ന് തന്നിട്ടുണ്ട്. ആണോ? കറക്റ്റ് ആണോ? അല്ല അല്ലെ, തെറ്റാണ്. സിറോഫ്താൽമിയ എന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്തത്, വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്, വൈറ്റമിൻ ബിയുടെ കുറവല്ല. അപ്പൊ രണ്ടാമത്തതും തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. 3ഉം 4ഉം ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. സിറോഫ്താൽമിയ എന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അതുപോലെ വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തതയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ഉത്തരം കണ്ടല്ലോ. നമുക്കിതാ ഇവിടെ ടെക്സ്റ്റിൽ നോക്കാം. നിശാന്തത കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്നറിയാമല്ലോ. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റെഡോപ്സിന്റെ പുനരാഗിരണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥ നിശാന്തത എന്ന രോഗമായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ നിശാന്തത എന്താണ്? വൈറ്റമിൻ എയുടെ ലഭ്യത കുറവ് കൊണ്ടാണ്. സിറോഫ്താൽമിയ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ഫേസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ ആണോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇത് നോക്കിക്കേ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. നിശാന്തത. ബാക്കിയുള്ള രോഗങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കാം. സിറോഫ്താൽമിയ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഈ അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. അപ്പോൾ അവിടെയും വൈറ്റമിൻ എയുടെ കുറവ് തന്നെയാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്നത്. അടുത്തത് വർണ്ണാന്ധത. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോശങ്ങൾ റെറ്റിനയിലുണ്ട്. കോൺ കോശങ്ങളുടെ തകരാറു മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് വർണ്ണാന്ധത. ഗ്ലോക്കോമ, കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം കണ്ണിലാണ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നത് അക്വസ് ദ്രവമാണ്. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്ന് അറിയപ്പെടുന്നു. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. അടുത്തത് തിമിരമാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം. കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ്, കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗം അല്ലെങ്കിൽ ചെങ്കണ്ണ് തടയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഇനി ഇവിടെ ഒരു രോഗം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിന്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വരളുക, കണ്ണിന് അമിത രക്തസമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും അവസ്ഥകളാണ് കണ്ണിന്റെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഏതാണത്?
ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അത് നമുക്ക് SCERT നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തത് കണ്ടോ, ഐസോബാറുകളും ഐസോടോണുകളും എന്നാണ് ഈ ഒരു ബോക്സിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളുമുണ്ട്. ഇവ ഐസോബാറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോബാറുകൾ എന്നറിയപ്പെടുന്നു. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നും അറിയപ്പെടുന്നു. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളുടെ പേരെന്താണ്? ഐസോടോൺ എന്നാണ്. ഐസോടോൺ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. അതുപോലെ ഐസോടോപ്പുകളെ കുറിച്ചും ഇതേപോലെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഇത് ഒന്നിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട, ഒരേ ചാപ്റ്ററിന്റെ ഭാഗമാണ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. ഐസോബാറുകൾ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. അതുപോലെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നും പറയുന്നു. ഇനി ഇത് തേർഡ് ഫേസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കിക്കേ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ആണോ? എന്താണ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ കണ്ടത്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് കണ്ടു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെ എന്തായാലും തെറ്റി. അടുത്തത്, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. നമ്മൾ ഇപ്പൊ കണ്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. മറ്റു രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്തത്. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് എന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹിന്ദി ഭാഷയിലല്ല, തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടുള്ളത്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മുടെ ഈ ഫേസിലേക്ക് നോക്കുമ്പോൾ, തേർഡ് ഫേസിലേക്ക് നോക്കുമ്പോൾ വെറുതെ പ്ലെയിൻ ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് എന്ന്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. മറ്റൊരു ചോദ്യം ഇതാണ്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ജനറേറ്ററിൽ നടക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്ന ഊർജ പരിവർത്തനമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ജനറേറ്ററിൽ നടക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ഫേസിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ട്. നോക്കിക്കേ, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. നമ്മൾ നേരത്തെ ചോദ്യപേപ്പറുകളിൽ തന്നെ കണ്ടിട്ടുണ്ട്, പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനത്തിൽ കാണപ്പെടുന്ന ഊർജം ഏത് രൂപത്തിലാണ്? രാസോർജമാണ്. ഇന്ധനങ്ങളിൽ കാണപ്പെടുന്ന ഊർജം രാസോർജമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി, രാസോർജം ഗതികോർജമാകുന്നു എന്നതാണ് ഇവിടുത്തെ ആൻസർ. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമാകുന്നു എന്നതാണ്. SCERT മറ്റ് ചില പരിവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കാം. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഫാൻ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായിട്ടും വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമായിട്ടുമാണ് മാറുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരേ മോഡൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തത് ഇപ്പൊ നമ്മൾ കണ്ടു. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്തത് നോക്കുന്നത്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമല്ല, സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. സ്വരൺ സിംഗ് കമ്മീഷന്റെ
ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3ാം ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ചോദ്യം വളരെ എളുപ്പമായിട്ടാണ് ഇത്തവണയും തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. MKSS എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3ഉം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 3 എന്നത് ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എളുപ്പമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. അപ്പോൾ മനുഷ്യാവകാശം കൂടി നമുക്ക് പറയാം. വിവരാവകാശം പറഞ്ഞു, മനുഷ്യാവകാശം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ചോദിച്ചിട്ടുണ്ട്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 1993 ഒക്ടോബർ 12 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. ഡിസംബർ 10 അല്ല. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡൗട്ട് വന്നേക്കാം. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ ദിനമായിട്ട് പറയുന്നത്? 1948 മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ദിവസമാണ് ഡിസംബർ 10. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഓൾറെഡി 1ാം ഘട്ടത്തിൽ ഈ ചോദ്യവും അതിന്റെ ആൻസറും നമ്മൾ കണ്ടു കഴിഞ്ഞു. 3rd ഫേസിൽ വന്നിട്ടുള്ള ചോദ്യമാണിത്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണല്ലോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും എന്നാണ് തന്നിട്ടുള്ളത്. ശരിയാണോ? അല്ല, 70 വയസ്സാണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. ഇത് കണ്ടില്ലേ, ചോദ്യം അതേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക്, 1ാം ഘട്ടത്തിലെ ചോദ്യം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും 3ാം ഘട്ടം കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവാധികാർ ഭവൻ, ന്യൂഡൽഹിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 2ാം ഘട്ട ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ട അപ്പോൾ 2ാം ഘട്ട ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടും ഇതുപോലെ 3ാം ഘട്ടത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.